പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കൊന്നവരോട് സർക്കാരിന്റെ കരുണയോ? ഹൈക്കോടതി വിധി മറികടന്ന ടി.പി. ചന്ദ്രശേഖരൻ കേസ് പ്രതികളെ വിട്ടയക്കാൻ സർക്കാർ നീക്കം. ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവർക്ക് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാൻ നീക്കം നടക്കുന്നതായാണ് രേഖകൾ. പോലീസ് റിപ്പോർട്ട് തേടി കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അയച്ച കത്തിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. അതേസമയം പ്രതികളെ പുറത്തുവിടില്ല എന്നും പട്ടികയിൽ പേരുകൾ ഉൾപ്പെട്ടത് സ്വാഭാവിക നടപടിക്രമമെന്നും ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ 24-നോട് പറഞ്ഞു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന തടവുകാരിൽ ശിക്ഷാ ഇളവ് ആവശ്യപ്പെട്ടത് 59 പേർ. പട്ടികയിലെ 3-ാം പേരുകാരനായി ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് 2-ാം പ്രതി ടി.കെ. രജീഷ്, 47, 48-ാം നമ്പർ പേരുകാരായി അണ്ണൻ സിജിത്തും മുഹമ്മദ് ഷാഫിയും. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്നതിന് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് പ്രൊബേഷൻ റിപ്പോർട്ട് തേടിയത് ജൂൺ 13-ന്. കത്തിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കൾ, അയൽവാസികൾ, കുറ്റകൃത്യത്തിന് ഇരയായവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി എത്രയും വേഗം അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തുടർ നടപടികൾ പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ട് നൽകേണ്ടതുണ്ടെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ടി.പി. കേസ് പ്രതികളുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി വർദ്ധിപ്പിച്ച ഹൈക്കോടതി പ്രതികൾക്ക് യാതൊരുവിധ ഇളവുകളും നൽകരുതെന്ന് ഉത്തരവിട്ടിരുന്നു. ഹൈക്കോടതി ഉത്തരവ് പോലും കാറ്റിൽ പറത്തിയാണ് ടി.പി. കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനം. എന്നാൽ ടി.പി. കേസ് പ്രതികൾക്ക് വഴിവിട്ടൊരു സഹായവും ചെയ്യില്ലെന്നും ചെയ്തിട്ടില്ലെന്നും ജയിൽ ഡി.ജി.പി ബൽറാം കുമാർ ഉപാധ്യായ 24-നോട് പറഞ്ഞു. അവർക്ക് ഒരു മിനിമം ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് 10 വർഷം പൂർത്തിയായി ആൾക്കാരുടെ പേര് കാണുമ്പോൾ ഇവർക്ക് പേരുണ്ടാവും. പക്ഷേ നമുക്ക് കോടതി വിധി നോക്കുമ്പോൾ, ഇവർക്ക് ക്രൈം നോക്കുമ്പോൾ, ഇവർക്ക് വേറെ കേസ് നോക്കുമ്പോൾ നമുക്ക് ഇവർക്ക് ഫൈനൽ ലിസ്റ്റിൽ ഇവർക്ക് പേര് വരത്തില്ല. സർക്കാർ നീക്കം പുറത്തായതോടെ പുതിയ രാഷ്ട്രീയ വിവാദത്തിനും സംഭവം തിരിതെളിച്ചു. 24 തിരുവനന്തപുരം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് കെ.കെ. രമ എം.എൽ.എ. വിഷയത്തിൽ പരാതിയുമായി ഗവർണറെ കാണുമെന്നും കെ.കെ. രമ 24-നോട് പറഞ്ഞു. തെറ്റിൽ നിന്ന് തെറ്റിലേക്കാണ് CPIM നീങ്ങുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. കൊലയാളി സംഘത്തിൽപ്പെട്ട 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തെ കടുത്ത ഭാഷയിലാണ് കെ.കെ. രമ വിമർശിച്ചത്. ആഭ്യന്തരമന്ത്രി അറിയാതെ ഒന്നും നടക്കില്ല. CPIM നേതൃത്വത്തിന് ഈ പ്രതികളെ ഭയമുള്ളതുകൊണ്ടാണ് അവരുടെ താൽപര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതെന്നും കെ.കെ. രമ 24-നോട് പറഞ്ഞു. വലിയ ഗൂഢാലോചന ഇതിനകത്തുണ്ട്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി അറിയാതെ ഈ ഒരു നീക്കം ജയിൽ സൂപ്രണ്ട് നടത്താൻ സാധിക്കില്ല. ഈ ടി.പി. കേസിലെ പ്രതികളെ ഈ തരത്തിൽ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അവർ പറയുന്ന കാര്യം പാർട്ടിക്കെതിരാവും. പാർട്ടി നേതൃത്വത്തിന്റെ പേര് അവർ വെളിപ്പെടുത്തും. ആ ഭയം പാർട്ടി നേതൃത്വത്തിനുണ്ട്. 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് പ്രതിപക്ഷ നീക്കം. നിയമവിരുദ്ധമെന്ന് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. ഇവർ നിയമത്തിന് മേളിലൂടെ പറക്കുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തടിസ്ഥാനത്തിലാണ് റെമിഷൻ കൊടുക്കാം എന്ന് ഈ ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്നെനിക്കറിയില്ല. അത് നിയമവിരുദ്ധമാണ്. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം വിചിത്രമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. CPIM തെറ്റ് തിരുത്തുകയല്ല, തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോവുകയാണെന്നും വി.ഡി. സതീശൻ. തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞിട്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കാണ് ഇവർ വീണ്ടും വീഴുന്നത്. ഇത് ഒരു കാരണവശാലും ഈ ശിക്ഷാ ഇളവ് കൊടുക്കാൻ സമ്മതിക്കില്ല കേരളത്തിൽ. എന്നാൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് തേടിയാലോ ശിക്ഷാ ഇളവ് കിട്ടാനോ പ്രതിയെ വിട്ടയക്കാനോ സാധിക്കില്ലെന്നും, എന്നാൽ CRPC 432 പ്രകാരം പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് വരുത്താൻ നിയമം അധികാരം നൽകുന്നുണ്ടെന്നുമായിരുന്നു മന്ത്രി പി. രാജീവിന്റെ പ്രതികരണം. നിയതമായ നടപടിക്രമങ്ങൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ ഏതെങ്കിലും റിപ്പോർട്ട് തേടിയാലോ ഒരു പ്രതിയെയും ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാൻ നമ്മുടെ നാട്ടിൽ നടക്കില്ല. നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ. ഹൈക്കോടതി വിധി മറികടക്കാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. 2012 മെയ് 4-ന് ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് മുതൽ CPIM നേതൃത്വം പ്രതിക്കൂട്ടിലാണ്. ഏറ്റവും ഒടുവിൽ 2 പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കിയതും CPIM-നെ പ്രതിരോധത്തിലാക്കിയിരുന്നു. 24 കോഴിക്കോട്. പരീക്ഷാ ക്രമക്കേടിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം. മുൻ ISRO ചെയർമാൻ കെ. രാധാകൃഷ്ണനാണ് അധ്യക്ഷൻ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ മുഖ്യ സൂത്രധാരൻ രവി അത്രി പിടിയിലായി.
നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനം, പരീക്ഷാ നടത്തിപ്പിലെ മാറ്റങ്ങൾ, ഡേറ്റ സെക്യൂരിറ്റി പ്രോട്ടോകോൾ തുടങ്ങിയവയിലെ പരിഷ്കരണങ്ങൾ സമിതി ശുപാർശ ചെയ്യും. ചെയർമാൻ ഉൾപ്പെടെ 7-അംഗ സമിതിയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ഇതിനായി രൂപീകരിച്ചത്. സമിതി 2 മാസത്തിനകം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും NTA തലപ്പത്ത് അഴിച്ചുപണി നടത്തുക. ഇതിനിടയിൽ നീറ്റ് ചോദ്യപേപ്പർ കേസിൽ മുഖ്യ സൂത്രധാരൻ രവി അത്രിയെ ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ ഇയാൾ പ്രവർത്തിച്ചതായാണ് വിവരം. UGC നെറ്റ് ചോദ്യപേപ്പറിന്റെ ഒരു ഭാഗം ടെലിഗ്രാമിലൂടെ പങ്കുവച്ചതായി സംശയിക്കുന്ന ഒരാളെ CBI കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ബീഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം അന്വേഷണ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറി. റിപ്പോർട്ടിൽ അറസ്റ്റിലായ 13 പേരുടെ മൊഴിയുടെ വിശദാംശങ്ങളും ഉൾപ്പെടുന്നു. പരിശോധനയിൽ കണ്ടെടുത്ത കത്തിക്കരിഞ്ഞ നിലയിലുള്ള ചോദ്യപേപ്പറുകളും ബാങ്ക് പാസ് ബുക്കുകളും റിപ്പോർട്ടിനൊപ്പം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട്. ഇന്നലെ NTA മാറ്റിവെച്ച CSIR UGC നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായാണ് വിവരം. പൊതുപരീക്ഷാ നിയമം വിജ്ഞാപനം ചെയ്തതോടെ പരീക്ഷകളിൽ ക്രമക്കേട് നടത്തുന്നവർക്ക് 3 മുതൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും, പരീക്ഷാ അധികാരികളോ സ്ഥാപനമോ വ്യക്തികളോ സംഘടിതമായോ കുറ്റകൃത്യം ചെയ്താൽ 5 മുതൽ 10 വർഷം വരെ തടവും 1 കോടി രൂപ പിഴയും ശിക്ഷ ലഭിക്കും. 24 ഡൽഹി. തൃശൂരിലെ BJPയുടെ വിജയത്തിൽ ക്രൈസ്തവ സഭാ നേതൃത്വത്തെ പരോക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചില വിഭാഗങ്ങളുടെ നേതാക്കളും BJPയും പരസ്പര ധാരണയുണ്ടാക്കിയിരുന്നു. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് തൃശൂരിൽ BJPയെ വിജയിപ്പിച്ചത്. രാജ്യത്ത് അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ പിന്തുണയ്ക്കുന്നത് ശരിയോ എന്ന് ഇനിയെങ്കിലും ചിന്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഒരു പാർലമെന്റ് സീറ്റ് BJPക്ക് നേടാനായി എന്നത് ഗൗരവപൂർവം പരിശോധിക്കേണ്ട കാര്യമാണ്. BJPയെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സഹായിച്ച ശക്തികൾ അവരെ നല്ല രീതിയിൽ ചിന്തിക്കണം. സ്വീകരിച്ച നിലപാട് ശരിയായോ എന്ന്. സംസ്ഥാനത്ത് +1 സീറ്റ് പ്രതിസന്ധി എന്നത് തെറ്റായ പ്രചാരണമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാഭ്യാസ വകുപ്പിനെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നും പുതിയ കണക്കുകൾ നിരത്തി മന്ത്രി ആരോപിച്ചു. അതിനിടെ സീറ്റ് പ്രതിസന്ധിയിൽ വിവിധ ജില്ലകളിൽ MSF KSU പ്രവർത്തകർ ഇന്നും പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് MSF പ്രവർത്തകർ പൂട്ടിയിട്ടു. സംസ്ഥാനത്ത് +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെയാണ് പുതിയ കണക്കുമായി വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടെത്തിയത്. സീറ്റ് ക്ഷാമം നേരിടുന്ന മലപ്പുറത്ത് ഇതുവരെ 49,906 പേർ +1 സീറ്റുകളിൽ പ്രവേശനം നേടിയിട്ടുണ്ടെന്നും 10,000-ഓളം പേർ അലോട്ട്മെന്റ് കിട്ടിയിട്ടും പ്രവേശനം നേടിയില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. 14,037 പേർ മാത്രമാണ് മലപ്പുറത്തിന് അഡ്മിഷൻ കിട്ടാനുള്ളത്. സർക്കാർ സ്കൂളുകളിൽ മാത്രം 2,000 സീറ്റുകളുടെ കുറവ് മാത്രമേ ഉള്ളുവെന്നും മന്ത്രി വ്യക്തമാക്കി. ഏറ്റവും കൂടുതൽ ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. കഴിഞ്ഞ വർഷം ശതമാനവും കൂടുതൽ അവിടെയാണ്. അപ്പോൾ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ സമരം ആരംഭിച്ചു. അപ്പോൾ ഇത് പ്ലാൻ ചെയ്തുള്ള ഒരു നടപടിയാണ്. ഒന്നാമത്തെ സീറ്റ് അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ സമരം ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇന്നും സീറ്റ് പ്രതിസന്ധിയിൽ വ്യാപക പ്രതിഷേധം നടന്നു. തിരുവനന്തപുരത്ത് MSF പ്രവർത്തകർ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകർ ഡയറക്ടറുടെ ഓഫീസ് മുറി പൂട്ടിയിട്ടു. കാസർഗോഡും വയനാടും കളക്ടറേറ്റുകളിലേക്ക് KSU പ്രവർത്തകർ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. മലപ്പുറത്ത് MSF പ്രവർത്തകർ RDD ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമായി. അതേസമയം ആദ്യ 3 അലോട്ട്മെന്റുകൾ പൂർത്തിയാക്കി പ്രവേശനം നേടിയ +1 വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകൾ തിങ്കളാഴ്ച തുടങ്ങും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി പ്രതിഷേധം. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ KSU MSF പ്രവർത്തകരാണ് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടിയത്. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് മുഖ്യമന്ത്രി എത്തിയത്. KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് കരുതൽ തടങ്കലിലെടുത്തിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി സമ്മേളനവേദിയായ കടപ്പുറത്തേക്ക് പോകുന്നതിനിടെ 2 ഇടങ്ങളിൽ വെച്ച് KSU MSF പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയായിരുന്നു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി. സിൽവർ ലൈൻ പദ്ധതിക്ക് ഉടൻ അനുമതി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് കേരളം. ബജറ്റിന് മുന്നോടിയായുള്ള ധനമന്ത്രിമാരുടെ യോഗത്തിലാണ് KN ബാലഗോപാൽ ആവശ്യമുന്നയിച്ചത്.
കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ 53ാമത് GST കൗൺസിൽ യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. വർദ്ധിച്ചുവരുന്ന റെയിൽ ഗതാഗത ആവശ്യങ്ങൾ കുറ്റമറ്റ രീതിയിൽ നിറവേറ്റാൻ നിലവിലെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ലെന്നും അതിനാൽ ഹൈസ്പീഡ് റെയിൽ പദ്ധതിയായ സിൽവർ ലൈന് എത്രയും പെട്ടെന്ന് എല്ലാ അനുമതികളും ലഭ്യമാക്കണമെന്നുമാണ് ബജറ്റിനു മുന്നോടിയായുള്ള ചർച്ചയിൽ കേരളം ആവശ്യപ്പെട്ടത്. കേരളത്തിന് 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണം. ഈ വർഷത്തെ കടമെടുപ്പ് പരിധി GDP-യുടെ 3% ഉയർത്തണം. കേന്ദ്ര സംസ്ഥാന നികുതി പങ്കുവയ്ക്കൽ അനുപാതം 50:50 മാറ്റണം തുടങ്ങിയ ആവശ്യങ്ങളും കേരളം ഉന്നയിച്ചു. പഴയ സർക്കാരിന്റെ സമീപനമായിരിക്കില്ല പുതിയ മുന്നണി സർക്കാരിന് എന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പഴയ ഗവൺമെൻറ്റിൻ്റെ സ്വഭാവമായിരിക്കില്ല പുതിയ ഗവൺമെൻറ്റെന്ന് ഞങ്ങൾ കരുതുന്നു. കാരണം നല്ല അനുഭവത്തിൽ നിന്ന് സ്റ്റേറ്റുകളുടെ താല്പര്യം കൂടി കുറെ കൂടി സംരക്ഷിക്കണമെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയായിരിക്കും പുതിയ BJP മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആ കാര്യങ്ങളും നല്ലപോലെ കൺസിഡർ ചെയ്യുമായിരിക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേരുന്ന 53ാമത് GST കൗൺസിൽ യോഗത്തിൽ നിരവധി നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. രാസവള നിർമ്മാണ കമ്പനികളുടെയും കർഷകരുടെയും ആവശ്യം പരിഗണിച്ച് അസംസ്കൃത വസ്തുക്കളുടെ GST കുറയ്ക്കാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നൽകിയ ശുപാർശകൾ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരും. ആധാർ ബയോമെട്രിക് വഴി GST രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള പുതിയ ചട്ടം യോഗത്തിൽ പ്രഖ്യാപിച്ചേക്കും. GST രജിസ്ട്രേഷന് ആധാർ ബയോമെട്രിക് നിർബന്ധമാക്കാനാണ് സാധ്യത. 24 ഡൽഹി. സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ വർഗീയത പടർത്തുന്നതാണെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നാക്ക വിഭാഗങ്ങളെ അവഗണിക്കുന്നു. ജാതി സംവരണം നിർത്തലാക്കണമെന്നും സുകുമാരൻ നായർ ആവശ്യപ്പെട്ടു. NSS ബജറ്റ് സമ്മേളന വേദിയിലാണ് G. സുകുമാരൻ നായരുടെ വിമർശനങ്ങൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നാക്ക സമുദായങ്ങളെ അകറ്റി നിർത്തുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ വർഗീയ സ്പർദ്ധ പടർത്തുന്നതും. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ ഇനിയും തിരിച്ചടികളുണ്ടാകുമെന്ന NSS ജനറൽ സെക്രട്ടറിയുടെ താക്കീത്. വോട്ട് രാഷ്ട്രീയത്തിനാണ് ജാതി സംവരണം. ജാതി സെൻസസ് നടപ്പാക്കിയാൽ സംവരണത്തിന്റെ പേരിൽ കൂടുതൽ അഴിമതിക്ക് വഴിതെളിയുമെന്നും സുകുമാരൻ നായർ. എയ്ഡഡ് സ്കൂളുകളിലെ നിയമകാര്യങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ അലംഭാവം പൊറുക്കാനാവില്ല. അഴിമതിക്കെതിരെ നടപടിയെടുക്കാതെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ സർക്കാർ തകർക്കുകയാണെന്നും സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി. 24 കോട്ടയം. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത 4 കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. തീരുമാനം ഏകപക്ഷീയമാണെന്നും നീതി ലഭിച്ചില്ല എന്നും ബാലകൃഷ്ണൻ പെരിയ പ്രതികരിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്തിയ കേസിലെ 13ാം പ്രതി N. ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് നടപടി. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും ബാലകൃഷ്ണൻ പെരിയയുടെ സഹോദരനുമായ രാജൻ പെരിയ, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് പെരിയ, രാമകൃഷ്ണൻ പെരിയ എന്നിവരെ പുറത്താക്കി. KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. രാഷ്ട്രീയം കലരാത്ത ചടങ്ങിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് പുറത്താക്കിയതെന്നും ജാഗ്രതാക്കുറവുണ്ടായിട്ടില്ലെന്നും ബാലകൃഷ്ണൻ പെരിയ പ്രതികരിച്ചു. ഏകപക്ഷീയമായ നടപടിക്ക് പിന്നിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആരോപണം. അല്പൻ അധികാരം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും എന്നൊരവസ്ഥയിലാണ് അദ്ദേഹം നടക്കുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രസ്ഥാനത്തെ ഏറ്റവും വലിയ ബ്ലാക്ക് മാജിക്കിന്റെ ജില്ലയാക്കി മാറ്റി, ദുർമന്ത്രവാദത്തിന്റെ ജില്ലയാക്കി മാറ്റി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ദുർമന്ത്രവാദത്തിന്റെ പേരിൽ സാധനങ്ങൾ കൊണ്ടുപോയി. വ്യക്തികൾക്കല്ല പാർട്ടിക്കാണ് പ്രാധാന്യമെന്ന നടപടിയിലൂടെ തെളിഞ്ഞെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. എത്ര ഉന്നതനായാലും തെറ്റ് ചെയ്തവർക്കെതിരെ വളരെ കൃത്യമായ രൂപത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചത്. പാർട്ടിയാണ് വലുത്, വ്യക്തികളല്ല. എല്ലാ നേതാക്കളും, ഇനി ഉന്നത നേതാവായാലും പാർട്ടിക്ക് വിധേയമാണ്, ആരും പാർട്ടിക്ക് അതീതനല്ല എന്നുള്ള മെസ്സേജാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം നൽകുന്നത്. അച്ചടക്ക നടപടിക്ക് പിന്നാലെ ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ വിഭാഗീയത രൂക്ഷമായി. 24 കാസർഗോഡ്. CPIM സംസ്ഥാന കമ്മിറ്റിക്ക് പിന്നാലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വിമർശനം. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ജനവിരോധത്തിന് കാരണമായെന്ന് പത്തനംതിട്ടയിൽ വിമർശനമുയർന്നു. എന്നാൽ ഇങ്ങനെയൊരു ചർച്ചയെ ഉണ്ടായിട്ടില്ല എന്നാണ് നേതൃത്വത്തിന്റെ പ്രതികരണം. എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മന്ത്രി P. രാജീവിനെതിരെ വിമർശനമുണ്ടായി. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതിയും മാസപ്പടി വിവാദവും പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ചയായി. നേതാക്കളുടെ മക്കൾ കച്ചവടം നടത്തി പണമുണ്ടാക്കുന്നു എന്ന പ്രചാരണം ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കി. പെൻഷൻ കുടിശ്ശിക വലിയൊരു വിഭാഗത്തെ എതിരാക്കി. നവകേരള സദസ്സിന് വേണ്ടി നടത്തിയ പണപ്പിരിവിൽ വ്യക്തതയില്ല. ജനങ്ങളോട് ഇടപെടുന്നതിൽ മന്ത്രിമാർക്ക് വീഴ്ചയുണ്ടായി എന്നിങ്ങനെ പോകുന്നു കുറ്റപ്പെടുത്തൽ. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിമർശനവും ഉണ്ടായില്ലെന്ന് ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറഞ്ഞു. എറണാകുളത്ത് KJ ഷൈനെ സ്ഥാനാർത്ഥിയാക്കിയതിലാണ്
മന്ത്രി പി രാജീവ്, MLA KN ഉണ്ണികൃഷ്ണൻ എന്നിവർക്കെതിരെ വിമർശനമുയർന്നത്. യേശുദാസ് പാറപ്പള്ളിയുടെ പേരാണ് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയത്. സംസ്ഥാന നേതൃത്വം പരിഗണിച്ചതാകട്ടെ ചിന്താ ജെറോമിനെ. പി രാജീവും KN ഉണ്ണികൃഷ്ണനും ഇടപെട്ടാണ് KJ ഷൈനിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇത്തരം സ്ഥാനാർത്ഥികളെ ഇനിയും കൊണ്ടുവന്നാൽ പാർട്ടി പച്ചതൊടില്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനമുയർന്നു. ന്യൂസ് ഡെസ്ക് 24. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് മിൽമ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മറ്റന്നാൾ മുതൽ അനിശ്ചിതകാല പണിമുടക്ക്. സംസ്ഥാന വ്യാപകമായ എല്ലാ മിൽമ ഡയറികളെയും പണിമുടക്ക് ബാധിക്കും. 2021 മിൽമ തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണ കരാർ അവസാനിച്ചത്. നീണ്ട ചർച്ചകൾക്കൊടുവിൽ 2023 പുതിയ കരാർ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ ഇതുവരെ കരാർ നടപ്പാക്കിയില്ല എന്നാരോപിച്ചാണ് സമരം. മറ്റന്നാൾ അർദ്ധരാത്രി മുതലാണ് പണിമുടക്ക്. യൂണിയൻ ഭാരവാഹികളെ അഡീഷണൽ ലേബർ കമ്മീഷണർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇടമലയാർ ഇറിഗേഷൻ കനാൽ അഴിമതിയിൽ 44 പ്രതികൾക്ക് 3 വർഷം തടവ്. ഒന്നാം പ്രതിയായ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും 2,34,00,000 രൂപ വീതം പിഴ നൽകണം. കേസിൽ ഒരാളെ കുറ്റവിമുക്തനാക്കി. തൃശൂർ വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. ഇടമലയാർ ഇറിഗേഷൻ പദ്ധതി പ്രകാരം ചാലക്കുടി കനാൽ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി 10,57,219 കോടിയുടെ അഴിമതി നടന്നുവെന്നാണ് കേസ്. 8 കിലോമീറ്റർ ദൂരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികൾ 200 മുതൽ 300 മീറ്റർ വരെ ഓരോ കരാറുകാർക്കും വീതിച്ചു നൽകി. എന്നാൽ വേണ്ടത്ര നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കാതെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചുവെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. തുടർന്ന് കേസിൽ കരാറുകാരും ഉദ്യോഗസ്ഥരുമടക്കം 51 പേരെ പ്രതി ചേർത്ത് 39 FIR രജിസ്റ്റർ ചെയ്തു. ഈ കേസുകളിലാണ് 44 പേർക്കെതിരെ ശിക്ഷ വിധിച്ചത്. വിചാരണയ്ക്കിടെ മരിച്ച 6 പേരെ കേസിൽ നിന്ന് ഒഴിവാക്കി. ഒരാളെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. 39 കേസുകളാണ്. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ തുടങ്ങിയിട്ടുള്ള പബ്ലിക് സർവൻസ് ആയിട്ടുള്ള ആളുകളും കൂടാതെ കോൺട്രാക്ടർമാരും കൂടി ചേർന്നിട്ടുള്ള അഴിമതി എന്നുള്ളതാണ് വിജിലൻസിൻ്റെ കേസ്. ഇതിൽ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള വിധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധിയായി ഇന്ന് ഇവിടെ വന്നിട്ടുള്ള വിധി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും എല്ലാ കേസുകളിലും പ്രതിയായതോടെയാണ് 2,34,00,000 രൂപ വീതം പിഴ ചുമത്തിയത്. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് ER സ്റ്റാലിൻ ഹാജരായി. 24 തൃശൂർ. 24 പ്രേക്ഷകരുടെ മലപ്പുറം ജില്ലാ സമ്മേളനം നാളെയാണ്. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നു. തിരൂർ ബിയാൻകോ കാസിൽ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുക. ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ ഒരുങ്ങുകയാണ് ഭാഷാപിതാവിന്റെ മണ്ണായ തിരൂർ. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരൂരിൽ നിന്ന്. സമീർ, പ്രേക്ഷകരെ കാണാനും അവരുമായി സംവദിക്കാനും അവർക്ക് 24മായി സംവദിക്കാനും ഒക്കെയുള്ള അവസരം അവിടെ ഉണ്ടാകും. വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ അവിടേക്ക് എത്തും എന്ന് മനസ്സിലാക്കുന്നു. ഏത് ഘട്ടത്തിലാണ് ഒരുക്കങ്ങളുള്ളത്? പൂർത്തിയായി കഴിഞ്ഞോ സമീർ? റിജിത്ത്, 24ന്റെ പ്രേക്ഷക സമ്മേളനത്തിനായി പ്രേക്ഷകരെ സ്വീകരിക്കുന്നതിന് വേണ്ടി തിരൂർ ബിയാങ്കോ കാസിൽ ഓഡിറ്റോറിയം അതിൻ്റെ അവസാന ഘട്ട ഒരുക്കത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ പ്രേക്ഷകരെ സ്വീകരിക്കാനുള്ള ബോർഡുകളൊക്കെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഒരുപാട് ഡെക്കറേഷൻസ് ഒക്കെ തന്നെ പ്രേക്ഷകർക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് കാണുന്നതാണ് ഓഡിറ്റോറിയം. നമ്മുടെ പ്രേക്ഷകരെ മുഴുവനായും ഈ ഓഡിറ്റോറിയത്തിൽ ഉൾക്കൊള്ളാനാകുമെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. വലിയ തരത്തിലുള്ള രജിസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മുടെ കണക്കുകൂട്ടൽ. ഏതായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ കൃത്യം 9 മണിക്കാണ് നമ്മുടെ സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നത്. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ രാവിലെ 9 മണി മുതൽ നമ്മൾ ആദരിക്കും. അതിനുശേഷം 2 മണി മുതലായിരിക്കും നമ്മുടെ 24ന്റെ പ്രേക്ഷകർക്കൊപ്പം തന്നെ 24ന്റെ പ്രിയപ്പെട്ട അവതാരകരും പ്രേക്ഷകർക്കൊപ്പം ചേരുക. അവരുമായി സംവദിക്കും, അവരുമായി സല്ലപിക്കും. അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള സർപ്രൈസുകൾ ഈ സമ്മേളനത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരുക്കങ്ങളൊക്കെ തന്നെ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇവിടെ നമ്മുടെ ചീഫുമാരൊക്കെ തന്നെ ഇവിടെ വിലയിരുത്തൽ, അവസാനഘട്ട വിലയിരുത്തലൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണിച്ചേട്ടാ, നമ്മുടെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെ എത്തി? എല്ലാം ഓക്കെയാണ്, എല്ലാം നന്നായി നടക്കുന്നു. അവസാനവട്ട മിനുക്കുപണികളിലാണ്. മലപ്പുറം തിരൂരും കാത്തിരിക്കുന്ന വലിയൊരു ചടങ്ങിനാണ് നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും അണിയിച്ചൊരുക്കുന്നത്. ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നാളെ ഒരു നല്ല തിരക്കായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. നിങ്ങളെ കാത്ത് ഒരുപാട് 24ൻ്റെ ജനപ്രിയ അവതാരകർ വരുന്നു, ഫ്ലവേഴ്സിൻ്റെ താരങ്ങൾ വരുന്നു. അപ്പോൾ നല്ലൊരു നിങ്ങൾക്ക് വിസ്മയിപ്പിക്കാവുന്ന ഒരു ചടങ്ങായിരിക്കും നാളത്തെ എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ചില സർപ്രൈസുകളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നൊരു ടോക്ക് ഇവിടെ ഉറപ്പായിട്ടുണ്ടാവും. എന്തായാലും ഫ്ലവേഴ്സ് 24 ഒരിക്കലും പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് ചില സർപ്രൈസുകളൊക്കെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ വെറും കൈയോടെ ആർക്കും തിരിച്ചു പോകേണ്ടി വരില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സർപ്രൈസുമായിട്ട് തിരിച്ചു പോകാം.
ചില പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം 24-ന്റെയും ഫ്ലവേഴ്സിൻ്റെയും ഒക്കെ തന്നെ പരിപാടികൾക്ക് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നഷ്ടമാവാറില്ല. അതിനോടൊപ്പം തന്നെ വിവിധ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ സംഘാടകരൊപ്പം തന്നെ നമ്മൾ 24 എല്ലാവരെയും അറിയിക്കുന്നത്. ഏതായാലും ഈ സമ്മേളനത്തോടനുബന്ധിച്ച് നാളെ രാവിലെ 7 മണി മുതൽ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോ തിരൂരിൽ നിന്നാണ് ആരംഭിക്കുക. അത് രാവിലെ തുഞ്ചൻ പറമ്പിൽ നിന്നും ആരംഭിച്ച് പിന്നീട് തിരൂർ സ്റ്റേഡിയം, തിരൂരിൻ്റെ മാർക്കറ്റിംഗ്, ഒപ്പം തന്നെ തിരൂരിൻ്റെ സാധാരണക്കാരോടൊക്കെ തന്നെ അതിലൂടെ സാധാരണക്കാർക്ക് ഇടയിലൂടെ സഞ്ചരിച്ചായിരിക്കും നമ്മുടെ മോർണിംഗ് ഷോയും നാളെ സഞ്ചരിക്കുക. ഇപ്പോൾ നമ്മോടൊപ്പം നമ്മുടെ എന്തൊക്കെയായി നമ്മുടെ കാര്യങ്ങളൊക്കെ? എല്ലാം വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. മാത്യു ഉണ്ട്, മാത്യു സൂരജ് വരും. നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ബ്രീഫ് ഒന്ന് കൊടുക്കാം. അല്ല, ക്ലയൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ തീരുമാനമാക്കിയിട്ടുണ്ട്. നാളെ വരുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ SSLC A+ കിട്ടിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. ഇനി നാളെ നമുക്ക് എല്ലാവർക്കും ആകാശമേടെ കാത്തിരിക്കാം എന്താണ് നടക്കുന്നതെന്നുള്ളത്. എല്ലാവർക്കും വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. താങ്ക് യു. ഏതായാലും ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ. ശരി, സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകുകയായിരുന്നു. 24 പ്രേക്ഷകരുടെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. യൂറോ കപ്പിൽ പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഇന്നിറങ്ങും. രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ തുർക്കിയാണ് എതിരാളികൾ. പ്രീ ക്വാർട്ടർ പ്രതീക്ഷ നിലനിർത്താൻ ബെൽജിയവും ഇന്ന് ജീവൻ മരണ പോരാട്ടത്തിന് ഇറങ്ങും. ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ ഇഞ്ചുറി ടൈമിലെ ഗോളിൽ കഷ്ടിച്ച് കടന്നുകൂടുകയായിരുന്നു പോർച്ചുഗൽ. ക്രിസ്ത്യാനോ റൊണാൾഡോയും റാഫേൽ ലിയോയും ബ്രൂണോ ഫെർണാണ്ടസും ബെർണാഡോ സിൽവയും ഒക്കെ ഉണ്ടായിട്ടും ഗോൾ വല നിറയ്ക്കാൻ പറങ്കികൾ പാടുപെട്ടു. മുന്നേറ്റത്തിലെ ഒത്തിണക്കമില്ലായ്മയും ഫിനിഷിംഗിലെ പോരായ്മയും തന്നെ പ്രശ്നം. റൊണാൾഡോയെ ഫ്ലോട്ടിംഗ് നമ്പർ 10-ആയും ബ്രൂണോ ഫെർണാണ്ടസിനെ ഡിഫൻസീവ് മിഡ്ഫീൽഡറോ റോളിലും കളിപ്പിച്ച മാർട്ടിനസിന്റെ തന്ത്രം പാടെ പാളി. തുർക്കിക്കെതിരെ ഇറങ്ങുമ്പോൾ തന്ത്രങ്ങൾ അടിമുടി മാറ്റിയില്ലെങ്കിൽ പണിയുറപ്പ്. ജോർജിയെ ആവേശപ്പോരിൽ തോൽപ്പിച്ചാണ് തുർക്കി തുടങ്ങിയത്. 2008 യൂറോയിൽ സെമിയിലെത്തിയതുപോലൊരു സ്വപ്നക്കുതിപ്പാണ് തുർക്കിയുടെ ലക്ഷ്യം. യുവതാരം ആർദ ഗൂളറിന്റെ ചോരത്തിളപ്പിലാണ് തുർക്കിയുടെ പ്രതീക്ഷകൾ. സ്ലോവാക്യയോട് തോറ്റു തുടങ്ങിയ ബെൽജിയത്തിന് റുമേനിയക്കെതിരെ ഇന്ന് ജീവൻ മരണ പോരാട്ടം. ഇന്നുകൂടി കാലിടറിയാൽ ബെൽജിയത്തിന്റെ സുവർണ തലമുറയ്ക്ക് ഒരിക്കൽ കൂടി കിരീട പ്രതീക്ഷകൾ അവസാനിപ്പിച്ച് മടങ്ങാം. രാത്രി 12:00 ഈ മത്സരം. വൈകിട്ട് 6:00 നടക്കുന്ന മത്സരം ജോർജിയയ്ക്കും ചെക്ക് റിപ്പബ്ലിക്കിനും ഒരുപോലെ നിർണായകം. തുടർച്ചയായ 2ാം കളിയിലും തോറ്റാൽ അവസാന 16-ൽ ഇരുകൂട്ടരും കാണില്ല. സ്പോർട്സ് ഡെസ്ക് 24. പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്.